ഹലോ എവ്രി വൺ, ഈദിന്റെ വിശേഷങ്ങളൊക്കെ ആയിട്ടതാ ഞാൻ വന്നിട്ടുണ്ട് കേട്ടാ. അപ്പൊ നമ്മളിതാ പള്ളിയിൽ നിസ്കാരം കഴിഞ്ഞിട്ട് റമീക്ക വരുമ്പോഴേക്കും എന്റെ നെയ്ച്ചോറൊക്കെ ഇവിടെ സെറ്റ് ആയിട്ടുണ്ടായിരുന്നേ. അതേപോലെ തന്നെ മസാലയും ഏകദേശം ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബിരിയാണിയൊക്കെ ആയതാ ഉമ്മ ദമ്മിടാൻ വേണ്ടിട്ട് പോവാണ് കേട്ടാ. മക്കളെ എല്ലാവർക്കും ഉമ്മാന്റെ ഈദ് മുബാർക്ക്. നമ്മൾ ഇന്ന് ബീഫ് ബിരിയാണിയുണ്ട്, കോഴി ബിരിയാണിയുണ്ട്. അപ്പൊ ആദ്യം ബീഫ് ദമ്മിടട്ടെ, നമ്മൾ ദമ്മുമ്പിലേക്ക് കടക്കട്ടെ. അങ്ങനെ ഇതാ നമ്മൾ ബിരിയാണി ദമ്മിടാൻ തുടങ്ങിയേട്ടാ. ഇത് ഉമ്മാന്റെ സ്പെഷ്യൽ റെസിപ്പിയാണ്, ബീഫ് ബിരിയാണി. അപ്പൊ ഉമ്മാന്റെ അടുത്ത് നിന്നാണ് ഞാൻ ഈ ഒരു ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിട്ട് പഠിച്ചത് കേട്ടാ. ഉമ്മാക്ക് ഇപ്പൊ വയ്യാത്തോണ്ട് കുറെ വർഷങ്ങളായിട്ട് ഞാൻ തന്നെയാണ് ബിരിയാണി ഉണ്ടാക്കാറുള്ളത്. റെസിപ്പി വേണ്ടവര് പറയണേ, ഞാൻ എന്തായാലും ഫുൾ വീഡിയോ ആയിട്ട് യൂട്യൂബിൽ ഇടുന്നുണ്ട്. അങ്ങനെ നമ്മളിതാ ബിരിയാണി ഒക്കെ ദമ്മിടാൻ വേണ്ടിട്ട് പോയേട്ടാ. നമുക്ക് നെയ്ബേഴ്സിനൊക്കെ കൊടുക്കാനും ഉണ്ടായിരുന്നേ. മധുരമില്ലാണ്ട് എന്ത് പെരുന്നാളില്ല, അതുകൊണ്ട് ഞാൻ പാൽപ്പായസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടാ. ഫുഡൊക്കെ റെഡി ആയപ്പോ ഞങ്ങളിതാ റെഡി ആവാൻ വേണ്ടിട്ട് പോയിട്ട് എല്ലാരും. അപ്പോൾ ഇത് നമ്മുടെ വെഡിങ് ആനിവേഴ്സറി ഡ്രസ് സർപ്രൈസ് ഇത് നമ്മളെ ആനിവേഴ്സറിന്റെ ഡ്രസ് ഇട്ടാ. നമുക്ക് ഇന്നലെ നമ്മളെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു. 11 വർഷമായി കല്യാണം കഴിഞ്ഞിട്ടില്ലേ. പെരുന്നാൾ നോമ്പിൽ തലേന്നൊക്കെയാണ് നമ്മൾ ആഘോഷിച്ചിട്ട് കഴിച്ചിട്ടില്ല. ഇന്ന് പെരുന്നാളുടെ കൂടെ നമ്മളെ ആനിവേഴ്സറി കൂടി ആഘോഷിച്ചു. എങ്ങനെയുണ്ട് എന്നുള്ള കമന്റ് ചെയ്യണേ. അങ്ങനെ നമ്മൾ റെഡിയായി താഴെ വന്ന് നോക്കുമ്പോ നമ്മളെ ഇന്നും മോളെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള ഹവ സെറിൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഹായ് പറ ഹവ. എന്റെ വ്ലോഗ് കാണലുണ്ടാ? എങ്ങനെയുണ്ട്? സൂപ്പറാ. ഡെസേർട്ട് ആയിട്ട് ഞാൻ അറബിക് കുനാഫ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടാ. കുനാഫ എങ്ങനെയുണ്ട് മിക? കാണാൻ ഭംഗിയുണ്ട്. അപ്പൊ നമ്മൾ ഇന്നത്തെ സ്പെഷ്യല് ബീഫ് ബിരിയാണി, ചിക്കൻ ഫ്രൈ, സാലഡ്, അച്ചാറ്, പാൽപ്പായസം, കുനാഫ. അങ്ങനെ ഇത് നമ്മൾ എല്ലാവരും ഒരുമിച്ച് കൂടി ഇരുന്നിട്ട് ഇതാ പെരുന്നാളിന്റെ ഫുഡൊക്കെ കഴിച്ചു കേട്ടാ. എന്റെ കുനാഫന്റെ ഷുഗർ സിറപ്പ് റമീക്കയും അമ്മായി കൂടിയിട്ട് വേസ്റ്റ് വെള്ളാന്ന് വിചാരിച്ചിട്ട് മറിച്ച് കളഞ്ഞു. അതുകൊണ്ട് എന്റെ കുനാഫന്റെ പിന്നെ എല്ലാ ഒരു ഇതും ഇതങ്ങ് പോയി, ഇൻട്രസ്റ്റ് പോയി ഉണ്ടാക്കിട്ട്. ഹവാക്കന്നെ കൊടുക്കാല്ലേ ഫസ്റ്റ്. പിന്നെ ഇത് കണ്ടാലോ, റമീക്ക തിന്നോ മിച്ച. ഞാൻ തട്ടെ എടുത്തിട്ടില്ല. ഇതിന്റെ ബാക്കി വിശേഷങ്ങളൊക്കെ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.